ശരിയായ പ്ലാനാണ് അനുഭവിച്ചിരിക്കുന്നത്. ചട്ടപ്രകാരമുള്ള പ്ലാനാണ് അനുഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് ദേശീയ തലത്തിലുള്ള നഗരവൽക്കരണ നിരക്കിന്റെ ഇരട്ടിയാണ് കേരളത്തിന്റെ ആഗോളതലത്തിൽ എത്തുന്നതിനേക്കാൾ വേഗത്തിൽ കേരളം കേരളമാകെ നഗരമായി മാറുന്നത് അത് പോകുന്നതിനുള്ള സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ നഗരവൽക്കരണത്തിന്റെ അവസരമാണ്. അതിന് നഗരവൽക്കരണത്തെ ലോകത്തിലെ തന്നെ നിശ്ചിത സമയത്ത് തന്നെ സമഗ്രമായ കേന്ദ്രമന്ത്രികൾ പറയുന്നത് ഒരു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി ലോകത്താകെയുള്ള നഗരകാര്യങ്ങളും ഭരണാധികാരികളും മന്ത്രിമാരും മേയർമാരും ഉൾപ്പെടുന്ന നഗരപ്പുറത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ അധികം നയമാണ് ഇന്ത്യയിൽ ആദ്യമായി നഗരനയമാണ്. അതുപോലെ തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വലിയ നിലയിൽ 1,00,000-ലധികം തൊഴിലുകളാണ്. അത് 40,000 കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയാക്കി മാറ്റുന്നത്, വിജ്ഞാന സമൂഹമാക്കി തീർക്കുന്നത്, അതുവഴി വിജ്ഞാന തൊഴിൽ കേരളത്തിലെ അഭ്യസ്തമില്ല, പ്രത്യേകിച്ച് അഭ്യസ്തമില്ലരും എന്നാൽ ജോലിയെടുക്കാതെ ജീവിക്കാൻ പറ്റിയിരിക്കുന്നതുമായ സ്ത്രീകൾ ഒരേ സമയം സ്ത്രീ ശാക്തീകരണത്തിൽ മാത്രമല്ല കേരളത്തിലെ സമ്പദ്ഘടനയെ ഗണ്യമായി വലിയ അതൊന്ന് ക്ഷേമപ്രവർത്തനങ്ങളുടെ സമാനതയും ലൈഫ് ഭവന പദ്ധതിയിൽ 4,60,000-ഓളം 5,95,000-ഓളം ആളുകൾ ഈ സർക്കാരിന്റെ കാലത്ത് 5,000 പൂർത്തിയാക്കാൻ കഴിയും. പക്ഷെ ലോകത്തിൽ തന്നെ സമാനതകളില്ലാത്ത 4 ലക്ഷം രൂപ ഗുണഭോക്താവ് ആദിവാസി സങ്കേതങ്ങളിൽ 6 ലക്ഷം രൂപ പകുതി പോലും സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണ്ടെത്തിയ വായ്പയായി സംസാരിക്കുന്നത് ഈ ഞെരുക്കത്തിന് ഇടയിൽ ഇത്രയും രൂപ വീടില്ലാത്ത പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടിന്റെ സുരക്ഷ അഭിമാനകരമായിട്ട് വീട്ടിൽ തെളിയുന്നത് ആരോടാണ് ഗവൺമെന്റ്. അതുപോലെ ഗ്രാമീണ തൊഴിലുറപ്പ് കാര്യക്ഷമമായിട്ട് കേരളമാണ് നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി നഗരതൊഴിലുറപ്പ് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ആദ്യമായി ആദിവാസി 300 ദിവസം പോലും നൽകുന്ന ട്രൈബൽ ട്രസ്റ്റ് വിദ്യാർത്ഥികൾ ഈ ഗവൺമെന്റാണ്. ഇന്ത്യയിൽ തൊഴിലുറപ്പിന്റെ സൂക്ഷിക്കാൻ 100% അത് കേരളം. ഗ്രാമീണ പശ്ചാത്തല സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗ്രാമീണ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഗ്രാമീണ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഗ്രാമീണ ൂറിലധികം കോടികളാണ് ഈ ജനുവരി മാസത്തിൽ അതെ അതെ ഇല്ല അത് ആയിരത്തി 34 സ്ഥാപനങ്ങൾ 265 സ്ഥാപനങ്ങൾ ഇതിലെല്ലാം തന്നെ ഇത് ഇങ്ങനെയാണ് കേരളം നഗരങ്ങളിൽ ഈ
അധികാരത്തിലേക്ക് ഇതിലൂടെ നിയമം രാജ്യത്ത് പരിഗണിക്കുകയാണ്. പ്രാദേശിക ഭരണത്തിന്റെ അധികാര കേന്ദ്രീകരണത്തിന്റെ ജനപങ്കാളിത്തത്തിന്റെ അധികാരത്തോടൊപ്പം പണ്ട് പ്രദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നത് കേരളമാവില്ല എല്ലാ കാലത്തിലേക്ക് വരികയും എന്നാൽ ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനുള്ള പുതിയ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് കേരളം പരിഗണിക്കും. ഈ നേട്ടങ്ങളുടെ അവസാനത്തിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത 5 വർഷം 2031 വരെ പ്രാദേശിക ഭരണ സംവിധാനം എങ്ങനെയെല്ലാം മാറും. ഇപ്പോൾ എല്ലാം തികഞ്ഞുവെന്നല്ല, ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കേണ്ടത്. ഇതിനിടയിലും എന്തെല്ലാം കുറവുകളുണ്ട്, ഇനി എന്തെല്ലാം ആയിരിക്കാം നമ്മുടെ ലക്ഷ്യം എന്ന് ചർച്ച ചെയ്യാനായി ഇത് പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഇതിന്റെ ചർച്ചകൾ സർക്കാർ നമ്മുടെ താല്പര്യത്തോടുകൂടി നോക്കുന്നു. ഈ ചർച്ചകളായി അടുത്ത 5 വർഷത്തെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധികാരത്തിന്റെയും അദ്ദേഹം ചെയ്യുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മുഖ്യാതിഥിയായി നമ്മുടെ വികസന റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കെ സുധാകരൻ അവർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അതുപോലെ പഞ്ചായത്തിന്റെ ആരാധനായ സെക്രട്ടറി, നമുക്ക് പഞ്ചായത്തിന് സ്ഥലം വിട്ടു തന്ന മഹത് വ്യക്തിത്വങ്ങൾ, മറ്റ് ഇന്നത്തെ വികസന സദസ്സിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സംസ്ഥാനത്തൊട്ടാകെ വികസന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കാലയളവിൽ 5 വർഷ കാലയളവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേടിയ നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിച്ചുകൊണ്ട് അടുത്ത 2025 മുതൽ 2030 വരെയുള്ള പഞ്ചായത്ത് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ വികസന സദസ്സിന് നമ്മളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ വികസന സദസ്സിൽ എൻ്റെ കടമ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നമ്മുടെ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കഴിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കോവിഡിന്റെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഭരണസമിതി അധികാരത്തിലേക്ക് വരുന്നത്. എന്തായാലും കോവിഡ് പ്രതിസന്ധിയെ മറികടക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളാണ്. അതിനുശേഷം വന്ന പ്രളയങ്ങളും അതുപോലെ മറ്റു പ്രതിസന്ധികളെയെല്ലാം നേരിട്ടുകൊണ്ട് 5 വർഷക്കാലം പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും പശ്ചാത്തല മേഖലയിലും ശുചിത്വ മേഖലയിലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഈ 5 വർഷക്കാലം ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. എല്ലാവരുടെയും സഹായവും സഹകരണവും ഉള്ളതുകൊണ്ടാണ് കൂട്ടായ്മയോടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് വികസന സദസ്സിന്റെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജില്ലാ പ്ലാനിംഗ് ബോർഡിൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശ്രീ KV ഗോവിന്ദൻ അവர்களാണ്. പ്ലാനിംഗ് രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച MP KV ഗോവിന്ദൻ അവர்களെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സ്വാഗതം ചെയ്യുക. നമ്മുടെ 5 വർഷക്കാലത്തെ റിപ്പോർട്ട്
പ്രകാശനം ഇവിടെ നിർവഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് കെ സുധാകരൻ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, കുറച്ച് സമയത്തിനുള്ളിൽ എത്തിച്ചേരും, മറ്റൊരു പരിപാടിയിലാണുള്ളത്. പിന്നീട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി പ്രീത ദിനേശൻ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഈ പരിപാടി ക്ഷണിച്ചിട്ടുണ്ട്. ജൂബിലി ചാക്കോ, ഗീത ബി അവരൊന്നും വിദേശത്തെത്തിയിട്ടില്ല. ജൂബിലി ചാക്കോ പ്രതിപക്ഷം മുഴുവനായിട്ടും വികസന സദസ്സിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ, പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ 5 വർഷ കാലയളവിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നല്ല രീതിയിൽ എല്ലാവർക്കും സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് പഞ്ചായത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരേ തട്ടിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ വികസന സദസ്സിനോട് അലംഭാവം കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മാറി നിൽക്കുന്നത് എന്നുകൂടെ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിച്ചു പോവുകയാണ്. പിന്നീട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സജീവന അവരെ സ്വാഗതം ചെയ്യുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശരത് ഗേവി, അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന മനോഹരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ടീച്ചർ, രാജു ജോസഫ്, റെജീന സിറാജ്, ബേബി സോജ, നമ്മുടെ ആസൂത്രണ സമിതിയിലെ ഉപാധ്യക്ഷനായിട്ടുള്ള കെ എ രജീഷ് തുടങ്ങിയവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വീഡിയോ പ്രസന്റേഷൻ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രീമതി ഷിജിലിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ MS ആണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൈവരിച്ച 5 വർഷത്തെ നേട്ടങ്ങൾ നമ്മുടെ സെക്രട്ടറി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. സെക്രട്ടറിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഭൂമി വിട്ടു തന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അവരെ നമ്മുടെ 1-ാം വാർഡ് മേൽമുരിങ്ങോടി വയോജന വിശ്രമ മന്ദിരത്തിന് സ്ഥലം വിട്ടു തന്ന ഇടച്ചേരി പത്മിനിയമ്മ, അതുപോലെ തിരുവോണപ്പുറം വയോജന വിശ്രമ മന്ദിരത്തിന് സ്ഥലം വിട്ടു തന്ന രാജേഷ്, മടപ്പരച്ച വയോജന വിശ്രമ മന്ദിരത്തിന് സ്ഥലം വിട്ടു തന്ന ജോസ് കുന്നുപുറം, കല്ലടി ദുരന്ത നിവാരണ ഷെൽട്ടറിന് സ്ഥലം വിട്ടു തന്ന ഈപ്പച്ചൻ മാണിക്കത്താഴെ, പൂക്കളംകുന്ന് കുടിവെള്ള പദ്ധതിയുടെ സ്ഥലം വിട്ടു തന്ന ചാക്കോ മൈക്കിൾ, അതുപോലെ ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി സണ്ണി കുരിശുമുട്ടിൽ, തെരു കുരളിമല കുടിവെള്ള പദ്ധതിക്കായി ശ്രീനിവാസൻ തുന്നൻ, ഇരിപ്പറ കുന്ന് കുടിവെള്ള പദ്ധതിക്ക് ടാങ്ക് നിർമ്മിക്കുന്നതിന് സ്ഥലം വിട്ടുതന്ന ഹംസ കീഴ്പ്പാടം, ശ്മശാനം കുഴൽക്കിണർ നിർമ്മാണത്തിന് സ്ഥലം വിട്ടുതന്ന ജോർജ് വേങ്ങാപ്പറമ്പിൽ തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെയും കൂടാതെ നമുക്ക് റോഡിനൊക്കെ സ്ഥലം വിട്ടുതന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങൾ പഞ്ചായത്തിലുണ്ട്. അവരെയെല്ലാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അതുപോലെ സേന, ആശാ വർക്കർമാർ, CDS മെമ്പർമാർ, അംഗൻവാടി വർക്കർ, ഹെൽപ്പർ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയെല്ലാം ഇവിടെ ആദരിക്കുന്നുണ്ട്. അവരെയെല്ലാം ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിനെ 5 വർഷക്കാലം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായി നിന്നുകൊണ്ട് വർക്കിംഗ് ഗ്രൂപ്പായാലും വികസന സെമിനാറിലായാലും ഗ്രാമസഭകളിലായാലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദരപൂർവ്വ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് PB വേണുഗോപാലൻ അവരെ ക്ഷണിക്കുന്നു. ശ്രീ KV ഗോവിന്ദൻ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രീത ദിനേശൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വിട്ടു നൽകി നിന്ന് ആദരിക്കപ്പെടുന്ന മാന്യ വ്യക്തിത്വങ്ങൾ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ബാബു സാർ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീമതി ഷിജില, മറ്റ് ഈ വികസന സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട എല്ലാ സഹോദരന്മാർ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അധ്യക്ഷ പ്രസംഗം എന്ന നിലയിൽ
നിർദ്ദേശപ്രകാരം സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ള വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഈ വികസന സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം പേരാവൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്യാനും നാളെ അങ്ങോട്ട് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് എങ്ങനെ ആയിരിക്കണമെന്നത് സംബന്ധിച്ചും ഉള്ള ഒരു ചർച്ചയ്ക്ക് കൂടി വേദിയാകുന്ന തരത്തിലാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാർ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ കാര്യപരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കും. അതുകൊണ്ട് തന്നെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ 5 വർഷക്കാലം നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ചുരുക്കം എന്ന നിലയിൽ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ കൂടി ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അധ്യക്ഷൻ എന്ന നിലയിൽ ഈ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമുക്കറിയാം, കഴിഞ്ഞ ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് 2021 ഡിസംബർ മാസം 21-ാം തീയതിയാണ്. ആ കാലഘട്ടമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ലോകത്തിനെ ആകെ പിടിച്ചു കുലുക്കിയിട്ടുള്ള കോവിഡ് എന്ന മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഭരണസമിതി അധികാരത്തിൽ ഏറുന്നത്. പിന്നെ അങ്ങോട്ട് 2 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ കോവിഡിനെ നേരിടുക എന്ന, അല്ലെങ്കിൽ മറികടക്കുക എന്ന പ്രവർത്തനങ്ങളിലാണ് നമ്മൾ 2 വർഷക്കാലം പോയത്. നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് 2018 പ്രളയം, അതിനുശേഷമുണ്ടായിട്ടുള്ള പ്രളയം, അതിനുശേഷം കടന്നു വന്നിട്ടുള്ള കോവിഡ് മഹാമാരി, ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ, അതോടൊപ്പം നമ്മുടെ കേരളത്തിനെ പ്രത്യേകിച്ച് എങ്ങനെ ബാധിച്ചു എന്നത് സംബന്ധിച്ച് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ കേരള സർക്കാർ ഈ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ ജനതയാകെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇതിനെ നേരിടുന്നതിന് വേണ്ടി ഫലപ്രദമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും അതിനെ നമുക്ക് മറികടക്കാനും സാധിച്ചു. അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മികച്ച നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും കേരള ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ആ മഹാമാരിയെ നമുക്ക് ഒറ്റക്കെട്ടായി ജനങ്ങളുടെ സഹകരണത്തോടു കൂടി നേരിടാനും വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിലും ആ നിലയിൽ തന്നെയാണ്. കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ കണ്ണൂർ ജില്ലക്കകത്ത് ഏറ്റവും നല്ല ശ്രദ്ധേയമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം വഹിച്ചിട്ടുള്ളത്. അതിന് ഒട്ടനവധി ആളുകളുടെ, പൊതുസമൂഹത്തിൻ്റെ ആകെ, അത് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളും ചേർന്ന് നിന്നുകൊണ്ട്, ഭരണസമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ മറികടക്കാൻ നമുക്ക് സാധിച്ചു. മറ്റ് 5 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, പദ്ധതി പ്രവർത്തനങ്ങളായാലും തനത് പ്രവർത്തനങ്ങളായാലും എല്ലാം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ 5 വർഷ കാലയളവിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ നമുക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ മുന്നേറേണ്ടതായിരുന്നത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഒരു ഭരണസമിതി തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുകയും പുതിയ കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ തുടർന്ന് വരുന്ന ഭരണസമിതി അത് ഏറ്റെടുക്കുകയും പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ജനങ്ങളുടെ ആകെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുകയും ചെയ്യുക എന്നാണ്. തുടർച്ചയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണ സംവിധാനം എന്ന് പറയുന്നത് തുടർച്ചയാണ്. അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും പുതിയ കാര്യങ്ങൾ എണ്ണമിട്ട് നമ്മൾ ഈ വികസന റിപ്പോർട്ട് നിങ്ങൾക്കെല്ലാം ഇതിൻ്റെ പ്രകാശനത്തിന് ശേഷം അതിൻ്റെ ഓരോ കോപ്പി തരും, അതിനകത്ത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നേരത്തെ ഇവിടെ സ്വാഗതം പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഈ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവായ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. വികസന കാര്യത്തിൽ ഒരു കാര്യത്തിലും പേരാവൂർ ഗ്രാമപഞ്ചായത്ത് കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയം പരിഗണിച്ചല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാ വാർഡുകളിലും സമമായി തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ വനിതകളുടെ രംഗത്ത്, കുട്ടികളുടെ രംഗത്ത്, വയോജനങ്ങളുടെ രംഗത്ത് എല്ലാം ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ പറയാനുള്ളത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി നമുക്ക് നാളെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതോടുകൂടി നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. എന്തായാലും ഈ ഗ്രാമപഞ്ചായത്തിനെ കുറേയേറെ വർഷങ്ങളായി, നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മുടെ പേരാവൂരിനകത്ത് ഉള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ ഭരണസമിതിയുടെ കാലത്തും ശ്രദ്ധേയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഇന്ന് നാം കാണുന്ന പേരാവൂര് എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഭരണസമിതികൾ, അത് ഭൂമി ഏറ്റെടുക്കലായാലും ആരോഗ്യ സ്ഥാപനങ്ങളായി, ഇപ്പോൾ നമുക്കറിയാം താലൂക്ക് ആശുപത്രിയൊക്കെ വന്നതിൻ്റെ പിന്നിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങളുടെ സംഭാവന നമ്മുടെ പേരാവൂരിനകത്തുണ്ട്. അതുപോലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം കടന്നുപോയിട്ടുള്ള ഭരണസമിതികളാകെ എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മൾ ഇന്ന് നാം കാണുന്ന പേരാവൂരായി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചത്. അതിന് പിന്നിൽ ഒട്ടനവധി ആളുകളുടെ പ്രയത്നം ഉണ്ട്. ഇനി അങ്ങോട്ടും നാളെയുടെ പേരാവിനെ വളർത്തിയെടുക്കാൻ ഇനിയും സാധിക്കണം. അതിനനുസരിച്ച് ആ പേരാവൂരിനെ മാറ്റാൻ നമുക്ക് വികസനം എല്ലാം പൂർണ്ണമായി എന്നതല്ല അതിൻ്റെ അർത്ഥം. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും പേരാവൂരിൻ്റെ പ്രത്യക്ഷ കുറേയേറെ കാര്യങ്ങൾ ഇനിയും നമുക്ക് നേടാനുണ്ട്. അതൊക്കെ നേടാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാളിതുവരെ ഈ പ്രവർത്തനം നടത്തി നാളെയും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഈ വികസന സദസ്സ് അതിനനുസരിച്ച് മാറാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ വികസന സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ KV ഗോവിന്ദൻ നേരത്തെ ഇവിടെ പറഞ്ഞു, ജില്ലാ പ്ലാനിംഗ് മെമ്പറാണ്. ഈ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൽ അല്ല പദ്ധതിയിലെ മുഖ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ് നമ്മുടെ ഗോവിന്ദൻ സാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ PP വേണുഗോപാൽ, സ്വാഗതം പറഞ്ഞിട്ടുള്ള വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K സുധാകരൻ, ആശംസ സംസാരിക്കുന്ന ശ്രീമതി പ്രീത, KV ശരത്ത്, ശ്രീമതി റീന മനോഹരൻ, ശ്രീമതി M ശൈലജ, AB സോജ, രജീഷ്, ശ്രീമതി ശുഭില, പ്രിയപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ബാബു തോമസ് തുടങ്ങി വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരുടെ ഈ വികസന സദസ്സിൻ്റെ ഗംഭീരമായ സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഒരു അധികാര സമിതി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടുള്ള ഒരു പിന്മാങ്ങൽ ചടങ്ങ് കൂടിയാണ് ഒരുപക്ഷെ ഈ വികസന സദസ്സിലൂടെ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവും. എന്തായിരിക്കണം പഞ്ചായത്ത് ഭരണം എന്നത് പറയാതെ തന്നെ ജനങ്ങളെ മനസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് 5 വർഷക്കാലം ഈ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് വിവിധ പദ്ധതികളിലൂടെ ജനക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കിയ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കേരളത്തിൻ്റെ ആധുനിക മുഖ്യമന്ത്രിയും തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയും വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
വികസനത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടിലും സമീപനത്തിലും വലിയ മാറ്റവും വലിയ ചിന്തകളുമാണ് മനുഷ്യ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ആ ചിന്തകളെല്ലാം തന്നെ അക്ഷരാൽ നടപ്പിലാക്കുന്ന രീതിയിലേക്കുള്ള സമീപനമാണ് സംസ്ഥാനമായാലും പ്രാദേശിക ഗവൺമെൻറ്റും കൈക്കൊണ്ടത് എന്ന് മനസ്സിലാക്കും. പിന്നോക്ക പ്രദേശമായിട്ടുള്ള പേരാവൂരിൻ്റെ സമഗ്രമായ വികസനം 97 പഞ്ചായത്താണോ ഇന്ന് കാണുന്ന പേരാവൂർ എന്നത് ഓരോ പേരാവൂർ നിവാസിയും പരിശോധിക്കേണ്ട സമയം കൂടിയാണ്. ഒരുപക്ഷെ നമ്മളെല്ലാം പറയും എന്ത് ശരിയാവാനാ എന്നൊരു ചോദ്യം ജനകീയാസന പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പ്രഹസനമായിരിക്കുമോ എന്നായിരുന്നു ആദ്യം ചർച്ച. പക്ഷെ എല്ലാം ശരിയാകുമെന്ന അർത്ഥവത്തായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ആ പ്രഖ്യാപനം ഇന്ന് കേരളത്തിൻ്റെ മുഖം മൂലയിലും പോയാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോ അനുഭവത്തിലൂടെ നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയുടെയും പ്രസംഗത്തിലൂടെ കാണാനും കേൾക്കാനും കഴിയുന്നു. ഇത് പറയുമ്പോൾ നമുക്ക് വികസനത്തിലെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ചെറിയ സമയമേ നിൽക്കുള്ളൂ. വികസനത്തിലെ കാഴ്ചപ്പാടും സമീപനങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനോഭാവത്തിലായി നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ എന്തായിരിക്കണം വികസനം എന്നതിനെക്കുറിച്ചുള്ള ഒരു സമീപനം തന്നെ ജനകീയാസൂത്രണം തുറന്നു കഴിഞ്ഞു. അധികാരവും ആസൂത്രണ പ്രക്രിയകളും നിർവ്വഹണ രംഗത്തുമൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാനും പ്രത്യക്ഷത്തിൽ ഇടപെടാനുള്ള വേദികളായി ഗ്രാമസഭകളും വർക്കിംഗ് ഗ്രൂപ്പുകളും സെമിനാറുകളുമായി അർത്ഥവത്തായ രീതിയിൽ അധികാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ മുന്നേറാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ഫോട്ടോയും മാലിന്യത്തിൻ്റെ ഫോട്ടോ എടുക്കുക, ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. കമ്മീഷൻ എത്രയാ? ചുരുങ്ങിയത് 5000 രൂപയാണ്. നമ്മൾ നാട് നാറാതിരിക്കാൻ നിലപാട് മാറണം. നമ്മൾ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ നാട് മാറും. അത് പഞ്ചായത്ത് പ്രസിഡന്റിനോ ഗവൺമെൻറ് എതിരല്ല. നമ്മളെ നാട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ശ്രദ്ധിച്ചു. അതിനാണ് ഹരിതകർമ്മസേന. അവർ വരുമ്പോൾ 55 പോലെ ചില വീട്ടിലിപ്പോൾ അവർ വരുമ്പോൾ തന്നെ 50 രൂപ കൊടുക്കേണ്ടത്. അവർ ചെയ്യുന്നൊരു സേവനമല്ലേ? ആ സേവനത്തിൽ കൊടുക്കുന്ന ചെറിയ പൈസയില്ല. നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയി നോക്കൂ. ടൂറ് പോകുന്ന സമയത്ത് വലിയ വലിയ രാജ്യങ്ങൾ പോകുമ്പോൾ ഇത്ര രൂപ നിങ്ങൾ ബാത്റൂമിൽ പോകാൻ ഇത്ര പൈസ വേറെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് സാനിറ്റേഷൻ മേഖലയെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ പകർച്ചവ്യാധികളും വലിയ വലിയ അസുഖങ്ങൾ, ഇപ്പം മഞ്ഞപ്പിത്തം വന്നുകൊണ്ടിരിക്കുക, വലിയ ആപത്ത് വന്നുകൊണ്ടിരിക്കുക, അതുപോലെ ഡെങ്കി വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലതരം അസുഖം വരാൻ കാരണം ഈ മാലിന്യ പ്രശ്നങ്ങൾ കാരണം. അതുകൊണ്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടലാണ് തദ്ദേശ ഭരണ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്പർ, ഈ 2 നമ്പർ നിങ്ങൾ, അതുപോലെ 1077 അതൊന്ന് നോട്ട് ചെയ്യണം. എന്താ 1077? പ്രായമായവരുടെ പ്രശ്നം. വാർദ്ധക്യത്തിലേക്കാണ്. ശിശു സൗഹൃദത്തിൽ നിന്നും വയോജന സൗഹൃദത്തിലേക്ക് കേരളം പോകണം. ശിശു സൗഹൃദ പഞ്ചായത്താണ് പേരാവൂർ. ലിജി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ പേരാവൂർ ഇപ്പം വയോജന സംരക്ഷണത്തിൽ പോകണം. കാരണം 70, 77, 79, 80, 85 വയസ്സാകുമ്പോൾ വയോജനങ്ങൾക്ക് പരിരക്ഷ കൊടുക്കുന്ന പഞ്ചായത്തായിട്ട് മാറണം. 1077 എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വന്നാൽ വിളിക്കാൻ പറ്റിയ നമ്പറാണ്. പ്രായമായവർ കേട്ടോ. പ്രായമായവർ എങ്ങനെയാണ് തിരിച്ചറിയാം? ഇപ്പം തിരിച്ചറിയാൻ ഒരു വഴിയുമില്ല. ഗോദ്രേജ് ഉള്ളതുകൊണ്ട് എത്ര പ്രായമായിരുന്നാലും ഒറിജിനൽ വളരെ കുറവാണ് അല്ലേ? കുറച്ച് പേരുണ്ടില്ല. അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കണം. 1077 വിളിച്ചാൽ നമ്മളെ സംരക്ഷിക്കാൻ വരും. അതുകൊണ്ടാണ് പാലിയേറ്റീവിൻ്റെ പ്രത്യേക പോളിസി നമ്മളുണ്ടാക്കി. 2008 വന്നു, 2009 വന്നു, 2018 വന്നു. ഇപ്പോൾ പുതിയ പാലിയേറ്റീവ് ഗ്രിഡ് വന്നിരിക്കുക. അതുകൊണ്ടാണ് ദരിദ്രനാശം ദാനം നിത്യം, അജ്ഞാന നാശിനി പ്രജ്ഞ, ഭാവനാദയ നാശിനി എന്ന് പറഞ്ഞ ചാണക്യൻ്റെ സൂത്രം പറഞ്ഞെന്താ? ഭാവനാദയ നാശിനി എന്ന് പറഞ്ഞാൽ സാന്ത്വന പ്രചരണ പ്രവർത്തനം ഇടപെടുക, മനസ്സ് നിർമ്മലമാക്കുക, നിങ്ങളെ മനസ്സ് ശുദ്ധമാക്കുക. അഹിതേഷു അർത്ഥേഷു മനോനിഗ്രഹം എന്നാണ്. അഹിതങ്ങളായ അർത്ഥങ്ങളെന്ന് മനുഷ്യനെ നിഗ്രഹിക്കുക. അതെങ്ങനെയാണോ ചെയ്യുന്നത് ആ തരത്തിലാണ് മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുക. അജ്ഞത മാറ്റാൻ വിദ്യാഭ്യാസം നേടുക. നോളജ് ഈസ് പവർ എന്നാണ് പറഞ്ഞത്.
ഇതൊക്കെ ഏതെങ്കിലും ഒരാളുടെയും കുത്തകയല്ലാന്ന് കാണുക, നല്ലത് നല്ലതായി കാണുക, എന്നാൽ തള്ളണം. അതാണല്ലോ അംബേദ്കർ പറഞ്ഞത്. മനുസ്മൃതി കത്തിച്ചുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ള അംബേദ്കർ ചുമതലയേറ്റത് എന്ന് കാണാൻ പറ്റും. തൊട്ടുകൂടായ്മയും തീണ്ടലും കുടികൊത്തി വാഴുന്ന രീതിയിലേക്ക് ഉത്തരേന്ത്യ സംസ്ഥാനം മാറുമ്പോൾ ഇത് നിറഞ്ഞ കണ്ണോടുകൂടി, തുറന്ന കണ്ണോടുകൂടി നിരീക്ഷിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കേരളത്തിൽ ഇല്ലാതാക്കാൻ നമ്മൾ കഴിഞ്ഞത് നവോത്ഥാന നായകരാണെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സമയത്തിൻ്റെ പരിമിതികളോട് ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്തയിൽ നല്ല ഭക്തിയും ജനിക്കുമെന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തെ വരച്ചു കാട്ടിയിട്ടുള്ള ഉള്ളൂരായാലും അതുപോലെ കുറ്റിപ്പുറത്തായാലും എല്ലാം നമ്മളെ കേരളത്തെക്കുറിച്ച് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ആ കേരളത്തെക്കുറിച്ച് പാടിയിട്ടുള്ള ആ നല്ല വാക്കുകളെല്ലാം അന്വർത്ഥമാക്കുന്ന രീതിയിലേക്കാണ് കേരളത്തിൻ്റെ ഭരണ സംവിധാനം, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്തും എല്ലാം ചേർന്ന് കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ദാരിദ്ര്യമില്ലാത്ത രാജ്യം, കുടിവെള്ളം ലഭിക്കുന്ന രാജ്യം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കുറച്ചു കൊണ്ടുവരുന്ന രാജ്യം എന്ന് പറയുന്ന തലത്തിലേക്ക് പേരാവൂരും കേരളവും മാറുകയാണ്. അങ്ങനെ വന്നാൽ ആത്യന്തികമായി നമ്മൾ ലക്ഷ്യമിടുന്ന, നമ്മൾ മുന്നോട്ട് വെക്കുന്ന സംതൃപ്തരായിട്ടുള്ള ജനത, അതിലേക്ക് നമുക്ക് കേരളത്തിന് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റുക എന്നതാണ് ഈ വിജ്ഞാന സദസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഉള്ളൂരിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള 2 വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആർത്തസ്വരം കേട്ടൊരു കാത് കാരുണ്യമാർഗീടിന ദൃഷ്ടി സന്തോക്യോതിയിടിന ജിഹ്വ സാധുക്കളെ താങ്ങിന് ബാഹു എന്നാണ് ഉള്ളൂർ എസ് പരമേശ്വരി പാടി. എന്താ പാടിയത്? മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവൻ്റെ സ്വരം കേൾക്കുന്ന കാതുള്ളവനായിരിക്കണം ശരിയായ മനുഷ്യൻ. അത് പേരാവിലുള്ളവർ അങ്ങനെ ആയിരിക്കണം എന്നാണ് കേട്ടോ. ഞാൻ ചെങ്ങളായി പഞ്ചായത്തിലുള്ള, ഞങ്ങളും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആർത്തൻ്റെ ദുഃഖിതൻ്റെ സ്വരം കേൾക്കണം, ദുഃഖിതൻ്റെ ശബ്ദം കേൾക്കുന്ന കാതുള്ളവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നാണ് പറയുന്നത്. കാരുണ്യമാർഗീടന ദൃഷ്ടി കരുണയുള്ള കണ്ണുകളോടുകൂടിയ മനുഷ്യനായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? കരുണ എന്ന് പറഞ്ഞ സ്വാന്തനം, ഒരു ദയയോടുകൂടി, സിമ്പതിയല്ല എമ്പതി ആ മനസ്സോടുകൂടി നോക്കുന്ന മനുഷ്യനായിരിക്കണം. സന്തോക്യോതിയിടുന്ന ജിഹ്വ ആശ്വാസ വാക്കുകൾ പറഞ്ഞാൽ പോരാ, കൊടുക്കാനും കഴിയണം. അങ്ങനെയുള്ള നാവായിരിക്കണം. സാധുക്കളെ പ്രയാസപ്പെടുന്നവനെ കൈത്താങ്ങിലൂടെ താങ്ങി നിർത്താൻ പറ്റുന്ന മനുഷ്യ മനസ്സായിരിക്കണം നമുക്കുണ്ടാകണ്ടേ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴങ്ങനെയാണോ? ഇപ്പോഴെന്താ? കർമ്മം ചെയ്യുക, പ്രതിഫലം ഇച്ഛിക്കാൻ പാടില്ല എന്നാണ് ഭഗവത്ഗീതയോട് പറഞ്ഞത്. എനിക്കല്ലേ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത്. പുണ്യം ചെയ്ത് പാവത്തെ കഴുകിക്കളിയാനാണ് അള്ളാഹു പറഞ്ഞത്. ഇപ്പം എന്താ സംഭവിക്കുന്നത്? കണ്ണെടുത്തിട്ട് കുപ്പായ കീശയിലിട്ട് നടക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലിയ ഭാഗം ഭൂമിയെ തന്നെ ജീവനോടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ കാലത്തിനനുസരിച്ചുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിന്റെ വികസന നേട്ടങ്ങളിലെ കേരള വികസന മാതൃക എന്ന് പറയാൻ നമുക്ക് പറ്റും. അത്തരത്തിലൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പേരാവൂർ പഞ്ചായത്ത് ജീവിക്കണം എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന തലത്തിലേക്ക് ഓരോ മനുഷ്യനും ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടം എടുത്തു നോക്കിയാൽ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളിലേക്കും പോകും. അതാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചത്. കോവിഡിന്റെ പ്രയാസങ്ങൾ നമ്മൾ കുറച്ചുകൊണ്ടുവന്നു. അതുപോലെ തന്നെ പ്രളയവും ഒക്കെ നമ്മളെ വന്നപ്പോൾ അതിനെയും നമ്മൾ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വരാൻ വന്ന ഏറ്റവും വലിയ നാച്ചുറൽ കലാമിറ്റിയെയും അതിലെ മറ്റു തരത്തിലുള്ളതിനെല്ലാം മാറുന്നത് ദീർഘകാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ ഒരു നവകേരള കർമ്മ പദ്ധതിയുടെ നവകേരളത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയായാലും പശ്ചാത്തലമായാലും എല്ലാ മേഖലയിലും അതിവിവരം നടന്നിട്ടുള്ള വികസന കാര്യങ്ങളാണ് കേരളത്തിന്റെ അങ്ങോട്ട് നടന്ന് കാണാൻ പറ്റും. ഞാൻ വികസനത്തിന്റെ ഒരു പുതിയ നിർവചനമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മൾ വികസനത്തെ അളക്കുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇത്ര വരുമാനമുണ്ടായി, ഇത്ര വളർച്ചയുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ നമുക്ക് മറ്റ് സംസ്ഥാനം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് വികസനം എന്ന് പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദന വർധനവും എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ആലോചിക്കേണ്ടത് പേരാവൂര് പോലുള്ള ഈ പഞ്ചായത്ത് മലയോര പഞ്ചായത്താണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്ന നമ്മളെ കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയിൽ ഇന്ന് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനാണ് ഗവൺമെന്റ് തദ്ദേശഭരണ സ്ഥാപനം പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത്. അതാണ് പഞ്ചായത്ത് കിട്ടുന്ന ഫണ്ടിന്റെ 30% കൂടുതൽ ഫണ്ട് അതിന് ഉപയോഗിക്കണമെന്നാണ് നിർബന്ധം. അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് കാര്യമായിട്ട് ഇടപെടൽ നടത്തുക എന്ന് പറയുന്നത് തന്നെയാണ്. ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം രൂപം കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് റബ്ബർ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. വില കിട്ടാത്ത മാത്രമല്ല പ്രശ്നം, റബ്ബറിന്റെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വന്യജീവി സംഘർഷം നമുക്കറിയാം. അതോടൊപ്പം തന്നെ
ഇതിന്റെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ റബ്ബർ ഉൽപാദനം കുറയുകയും അതുപോലെ അനാവശ്യമായിട്ടുള്ള കാർഷിക ആധിപത്യം കേരളത്തിന്റെ സമസ്ത മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അധിനിവേശങ്ങളുടെ ആധിപത്യം. ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മളെ കർഷകർ മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ പറ്റും. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളും കർഷകർക്കുള്ള ക്ഷേമനിധിയും കർഷക കടാശ്വാസ കമ്മീഷനും തുടങ്ങിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ കാർഷിക മേഖല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, കേരളത്തിന്റെ നെൽകൃഷിയുടെ കണക്കെടുത്ത് നോക്കിയാൽ 42 ലക്ഷം ടൺ അരി നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം അരിയാഹാരമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചോളവും ഗോതമ്പും അരിയും തുടങ്ങിയ 12 പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ പ്രൊഡക്റ്റാണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേരളത്തിൽ അരിയാണ്. പക്ഷെ അരിയുടെ ഉത്പാദനം 42 ലക്ഷം ടൺ മെട്രിക് ടൺ അരി കേരളത്തിലുണ്ട്. ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഏകദേശം 6.9 എന്ന് പറഞ്ഞാൽ തരിശായ ഭൂമി എല്ലാം കൃഷി ചെയ്താലും നെൽകൃഷിയുടെ മേഖല സ്വയം പര്യാപ്തം ഒരിക്കലും നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് മറ്റു മേഖലയിൽ ചെയ്യാൻ പറ്റും. പച്ചക്കറിയുടെ സാധ്യതയിൽ ഏകദേശം നമ്മൾ സ്വയം പര്യാപ്തയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് മുട്ടയുടെയും പാലിന്റെയും കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കാർഷിക മേഖല, ഉത്പാദന മേഖലയിൽ വലിയ വ്യത്യാസം വരുത്താൻ വേണ്ടി ഈ 2021 മുതലും അതിനുമുമ്പ് 2016 മുതൽ എടുത്ത് പരിശോധിച്ച കണക്കുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഉൽപാദന മേഖലയിലെ വർധനവും ഉൽപാദനക്ഷമതയുമാണ്. പക്ഷെ നമ്മൾ നേരിടുന്ന വെല്ലുവിളി വേറൊരു കാര്യമാണ്. അതിലാണ് ഒന്ന്, കൃത്യമായി വില കിട്ടാത്തതും കാർഷിക മേഖലയിലേക്ക് അല്ലെങ്കിൽ രണ്ടാം നില പ്രശ്നങ്ങളും കാർഷിക ചെറുകിട മേഖലയിലെ താഴ്ന്ന ഉൽപാദനക്ഷമതയും നമ്മളൊരു വെല്ലുവിളിയാക്കി കാണുകയാണ്. ആ വെല്ലുവിളിയാണ് പ്രാദേശിക ഗവൺമെന്റിന്റെ സഹായത്താലും കേരളത്തിലെ ഗവൺമെന്റും എല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള വികസന നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോന്നും ഞാൻ ഇനി പറയുന്നില്ല. കാർഷിക മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന മേഖല, പ്രത്യേകിച്ചും ദേശീയ തലത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതയെപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ ഇടപെടലാണെന്ന് കാണാൻ പറ്റും. രണ്ടാമത് പറയുന്നത് നീതിപൂർവമായ വിതരണമാണ്. കാരണം വികസനത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് GDP അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. കേരളം ഒരു പുതിയ മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. GDP അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അളക്കുന്നതിന് പകരം 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നീതിപൂർവമായ വിതരണമാണ്. മറ്റൊന്ന്, സാമൂഹിക സ്വസ്ഥതയാണ്. 4, പാരിസ്ഥിതിക സന്തുലനമാണ്. ഇതെല്ലാം ചേർന്നാൽ കേരളം വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വികസിതമായ തുല്യതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കാണേണ്ടത്, മാനവ വികസന സൂചികയുടെ കണക്കെടുത്ത് നോക്കിയാൽ ഇന്ന് കേരളം 1ാമതാണെന്ന് കാണാൻ പറ്റും. അമേരിക്കക്ക് തുല്യമായ രീതിയിലേക്ക് കേരളത്തിന്റെ ശിശുമരണ നിരക്ക് 6 ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ത്യയിലാക്കി നോക്കിയാൽ ശിശുമരണ നിരക്ക് വലിയ തോതിൽ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മാനുഷിക സൂചികകൾ നോക്കിയപ്പോൾ ആരോഗ്യവും വിദ്യാഭ്യാസവും സാമ്പത്തിക നിലയും പരിശോധിച്ച് നോക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ക്രൈറ്റീരിയ എടുത്ത് നോക്കിയാലും പൗരന്മാരുടെ ജീവിതായുസ്സും ഒരു കുട്ടിയുടെ ശരാശരി സ്കൂൾ വിദ്യാഭ്യാസവും പ്രതിശീർഷ വരുമാനവും എല്ലാം പരിശോധിച്ചാൽ ഈ കേരളത്തിന്റെ സൂചികയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് വികസന രാജ്യങ്ങൾക്ക് തുല്യമായ രീതിയിലേക്ക് കേരളം പോകുകയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗ്, അതുപോലെ തന്നെ UNDP തുടങ്ങിയവർ പരിശോധിച്ച് കേരളത്തെക്കുറിച്ച് സുസ്ഥിര വികസനം നടപ്പിലാക്കിയതിന്റെ രീതിശാസ്ത്രം നോക്കി ആ നടപ്പിലാക്കുമ്പോൾ ഏത് പോയിന്റിലാണ് കിടക്കുന്നത്. 79.9 80 പോയിന്റ് നേടിക്കൊണ്ട് കേരളത്തിൽ 1ാം സ്ഥാനത്തിരിക്കുകയാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഭിന്നമായി ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കർണാടകത്തിലേക്ക് പോയിരുന്നു. കർണാടകത്തിലെ പഠനം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പോയത്. ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ നേരിട്ടൊരു അനുഭവം ഉണ്ടായി. നമ്മൾ കാണുന്ന ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മൾ പറയുന്നു. നമ്മൾ ആരോഗ്യ മേഖലയിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കേരളത്തിൽ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോട് തുടങ്ങിയ എറണാകുളം വെച്ച് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. 16 നിലയുള്ള ഒരു താലൂക്ക് ആശുപത്രി, താലൂക്കല്ല സാധാരണ ആശുപത്രിയാണ് കൂത്തുറമ്പിലടുത്ത് ഉദ്ഘാടനം ചെയ്യാമോ. നമ്മൾ ആശുപത്രിയുടെ വികസനം പറയും. ജീവിത നിലവാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ആശുപത്രി. അപ്പൊ ഞങ്ങൾ കർണാടകത്തിൽ പോയപ്പോൾ അവിടെ 7 മണിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ 15 കിലോമീറ്റർ പോകേണ്ടി വന്നു. പോയപ്പോൾ അവിടെ കണ്ട സ്ഥിതി എന്നറിയാം. 8,000 12,000 കിട്ടുന്ന നേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതായത് ശമ്പളം ഞാൻ ചോദിച്ചു. NHM എന്നാ പറഞ്ഞു. അതറിയില്ല അവർക്ക് 8,000 കിട്ടുന്ന പറഞ്ഞു. അവിടെ ഒരു ഡോക്ടർ പേരുന്നുണ്ട്, അവരൊന്ന് വന്ന് നോക്കി പോകുന്നു. ഒരു കൃത്യമായ ചികിത്സാ സംവിധാനം ആശുപത്രി വളരെ മോശം. ഇതാണോ നമ്മളെ കേരളത്തിലെ ആശുപത്രി എടുത്ത് നോക്കുക. നമ്മളെ ഏറ്റവും വലിയ ഭാഗം ഭൂമിയെ തന്നെ ജീവനോടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ കാലത്തിനനുസരിച്ചുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിന്റെ വികസന നേട്ടങ്ങളിലെ കേരള വികസന മാതൃക എന്ന് പറയാൻ നമുക്ക് പറ്റും. അത്തരത്തിലൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പേരാവൂർ പഞ്ചായത്ത് ജീവിക്കണം എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ
സൗഭാഗ്യം എന്ന തലത്തിലേക്ക് ഓരോ മനുഷ്യനും ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടം എടുത്തു നോക്കിയാൽ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളിലേക്കും പോകും. അതാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചത്. കോവിഡിന്റെ പ്രയാസങ്ങൾ നമ്മൾ കുറച്ചുകൊണ്ടുവന്നു. അതുപോലെ തന്നെ പ്രളയവും ഒക്കെ നമ്മൾ വന്നപ്പോൾ അതിനെയും നമ്മൾ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വരാൻ വന്ന ഏറ്റവും വലിയ നാച്ചുറൽ കലാമിറ്റിയെയും അല്ലെ മറ്റു തരത്തിലുള്ളതിനെല്ലാം ദീർഘകാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ ഒരു നവകേരള കർമ്മ പദ്ധതിയുടെ നവകേരളത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയായാലും പശ്ചാത്തലമായാലും എല്ലാ മേഖലയിലും ഇതുവരെ നടന്നിട്ടുള്ള വികസന കാര്യങ്ങളാണ് കേരളത്തിന്റെ അങ്ങോളം നടന്ന് കാണാൻ പറ്റും. ഞാൻ വികസനത്തിന്റെ ഒരു പുതിയ നിർവചനമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മൾ വികസനത്തെ അളക്കുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇത്ര വരുമാനമുണ്ടായി, ഇത്ര വളർച്ചയുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ നമുക്ക് മറ്റ് സംസ്ഥാനം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് വികസനം എന്ന് പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് ഉൽപാദനക്ഷമതയും ഉൽപാദന വർധനവും എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ആലോചിക്കേണ്ടത് പേരാവൂര് പോലുള്ള ഈ പഞ്ചായത്ത് മലയോര പഞ്ചായത്താണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്ന നമ്മുടെ കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയിൽ ഇന്ന് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനാണ് ഗവൺമെന്റ് തദ്ദേശഭരണ സ്ഥാപനം പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത്. അതാണ് പഞ്ചായത്തിൽ കിട്ടുന്ന ഫണ്ടിന്റെ 30% കൂടുതൽ ഫണ്ട് അതിന് ഉപയോഗിക്കണമെന്നാണ് നിർബന്ധം. അത് കുറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് കാര്യമായിട്ട് ഇടപെടൽ നടത്തുക എന്ന് പറയുന്നത് തന്നെയാണ്. ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം രൂപം കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് റബ്ബർ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. വില കിട്ടാത്ത മാത്രമല്ല പ്രശ്നം, റബ്ബറിന്റെ ഉൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വന്യജീവി സംഘർഷം നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഇതിന്റെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ റബ്ബർ ഉൽപാദനം കുറയുകയും അതുപോലെ അനാവശ്യമായിട്ടുള്ള കാർഷിക ആധിപത്യം കേരളത്തിന്റെ സമസ്ത മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അധിനിവേശങ്ങളുടെ ആധിപത്യം. ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് നമ്മളെ കർഷകർ മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ പറ്റും. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളും കർഷകർക്കുള്ള ക്ഷേമനിധിയും കർഷക കടാശ്വാസ കമ്മീഷനും തുടങ്ങിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ കാർഷിക മേഖല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, കേരളത്തിന്റെ നെൽകൃഷിയുടെ കണക്കെടുത്ത് നോക്കിയാൽ 42 ലക്ഷം ടൺ അരി നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം അരിയാഹാരമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചോളവും ഗോതമ്പും അരിയും തുടങ്ങിയ 12 പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ പ്രൊഡക്റ്റാണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കേരളത്തിൽ അരിയാണ്. പക്ഷെ അരിയുടെ ഉത്പാദനം 42 ലക്ഷം ടൺ മെട്രിക് ടൺ അരി കേരളത്തിലുണ്ട്. ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഏകദേശം 6.9 എന്ന് പറഞ്ഞാൽ തരിശായ ഭൂമി എല്ലാം കൃഷി ചെയ്താലും നെൽകൃഷിയുടെ മേഖല സ്വയം പര്യാപ്തം ഒരിക്കലും നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് മറ്റു മേഖലയിൽ ചെയ്യാൻ പറ്റും. പച്ചക്കറിയുടെ സാധ്യതയിൽ ഏകദേശം നമ്മൾ സ്വയം പര്യാപ്തത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് മുട്ടയുടെയും പാലിന്റെയും കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കാർഷിക മേഖല ഉൽപാദന മേഖലയിൽ വലിയ വ്യത്യാസം വരുത്താൻ വേണ്ടി ഈ 2021 മുതലും അതിനുമുമ്പ് 2016 മുതൽ എടുത്ത് പരിശോധിച്ചാൽ കണക്കുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഉൽപാദന മേഖലയിലെ വർധനവും ഉൽപാദനക്ഷമതയുമാണ്. പക്ഷെ നമ്മൾ നേരിടുന്ന വെല്ലുവിളി വേറൊരു കാര്യമുണ്ട്. അതിലാണ് ഒന്ന്, കൃത്യമായി വില കിട്ടാത്തതും കാർഷിക മേഖലയിലേക്ക് അല്ലെങ്കിൽ രണ്ടാം നില പ്രശ്നങ്ങളും കാർഷിക ചെറുകിട മേഖലയിലെ താഴ്ന്ന ഉൽപാദനക്ഷമതയും നമ്മളൊരു വെല്ലുവിളിയായിട്ട് കാണുകയാണ്. ആ വെല്ലുവിളിയാണ് പ്രാദേശിക ഗവൺമെന്റിന്റെ സഹായത്താലും കേരളത്തിന്റെ ഗവൺമെന്റിനും എല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള വികസന നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോന്നും ഞാൻ ഇനി പറയുന്നില്ല. കാർഷിക മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന മേഖല, പ്രത്യേകിച്ചും ദേശീയ തലത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതപ്പെടുത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ ഇടപെടലാണെന്ന് കാണാൻ പറ്റും. രണ്ടാമത് പറയുന്നത് നീതിപൂർവമായ വിതരണമാണ്. കാരണം വികസനത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് GDP അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. കേരളം ഒരു പുതിയ മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. GDP അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അളക്കുന്നതിന് പകരം 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നീതിപൂർവമായ വിതരണമാണ്. മറ്റൊന്ന്, സാമൂഹിക സ്വസ്ഥതയാണ്. 4, പാരിസ്ഥിതിക സന്തുലനമാണ്. ഇതെല്ലാം ചേർന്നാൽ കേരളം വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വികസിതമായ തുല്യതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കാണേണ്ടത് മാനവ വികസന സൂചികയുടെ കണക്കെടുത്ത് നോക്കിയാൽ ഇന്ന് കേരളം 1ാമതാണെന്ന് കാണാൻ പറ്റും. അമേരിക്കക്ക് തുല്യമായ രീതിയിലേക്ക് കേരളത്തിന്റെ ശിശുമരണ നിരക്ക് 6 ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ത്യയിലാക്കി നോക്കിയാൽ ശിശുമരണ നിരക്ക് വലിയ തോതിൽ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മാനുഷിക സൂചികകൾ നോക്കിയപ്പോൾ ആരോഗ്യവും വിദ്യാഭ്യാസവും സാമ്പത്തിക നിലയും പരിശോധിച്ച് നോക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ക്രൈറ്റീരിയ എടുത്ത് നോക്കിയാലും
പൗരന്മാരുടെ ജീവിതായുസ്സും ഒരു കുട്ടിയുടെ ശരാശരി സ്കൂൾ വിദ്യാഭ്യാസവും പ്രതിശീർഷ വരുമാനവും എല്ലാം പരിശോധിച്ചാൽ ഈ കേരളത്തിന്റെ സൂചികയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് വികസന രാജ്യങ്ങൾക്ക് തുല്യമായ രീതിയിലേക്ക് കേരളം പോകുകയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗ് അതുപോലെ തന്നെ UNDP തുടങ്ങിയവർ പരിശോധിച്ച് കേരളത്തെക്കുറിച്ച് സുസ്ഥിര വികസനം നടപ്പിലാക്കിയതിന്റെ രീതിശാസ്ത്രം നോക്കി ആ നടപ്പിലാക്കുമ്പോൾ ഏത് പോയിന്റിലാണ് കിടക്കുന്നത് 79.9 80 പോയിന്റ് നേടിക്കൊണ്ട് കേരളത്തിൽ 1ാം സ്ഥാനത്തിരിക്കുകയാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഭിന്നമായി ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കർണാടകത്തിലേക്ക് പോയിരുന്നു. കർണാടകത്തിലെ പഠനം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പോയത്. ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ നേരിട്ടൊരു അനുഭവം ഉണ്ടായി. നമ്മൾ കാണുന്ന ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മൾ പറയല്ലോ. നമ്മൾ ആരോഗ്യ മേഖലയിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിൽ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോട് തുടങ്ങിയ എറണാകുളം വെച്ച് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. 16 നിലയുള്ള ഒരു താലൂക്ക് ആശുപത്രി, താലൂക്കല്ല സാധാരണ ആശുപത്രിയാണ് കൂത്തുറമ്പിലടുത്ത് ഉദ്ഘാടനം ചെയ്യാമോ. നമ്മൾ ആശുപത്രിയുടെ വികസനം പറയും. ജീവിത നിലവാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ആശുപത്രി. അപ്പൊ ഞങ്ങൾ കർണാടകത്തിൽ പോയപ്പോൾ അവിടെ 7 മണിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ 15 കിലോമീറ്റർ പോകേണ്ടി വന്നു. പോയപ്പോൾ അവിടെ കണ്ട സ്ഥിതി എന്നറിയാം. 8,000 12,000 കിട്ടുന്ന നേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ ശമ്പളം ഞാൻ ചോദിച്ചു. NHM എന്നാ പറഞ്ഞു. അതറിയില്ല അവർക്ക് 8,000 കിട്ടുന്നവർ. അവിടെ ഒരു ഡോക്ടർ പേരുന്നുണ്ട്. അവരൊന്ന് വന്ന് നോക്കി പോകുന്നു. ഒരു കൃത്യമായ ചികിത്സാ സംവിധാനം ആശുപത്രി വളരെ മോശം. ഇതാണോ നമ്മളെ കേരളത്തിലെ ആശുപത്രി എടുത്ത് നോക്കുക. നമ്മളെ വികസന സദസ്സാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മേഖലയിലും സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 4 മിഷനിലൂടെ തുടങ്ങിയ പ്രവർത്തനം ലൈഫ് മിഷൻ, ആർദ്രം, ഹരിതകേരള മിഷൻ, പൊതുവിദ്യാഭ്യാസ യജ്ഞം തുടങ്ങി അവിടെ നിന്ന് തുടങ്ങിയ ആ വികസന പ്രവർത്തനം 2018 ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടായ സമാനതകളില്ലാത്ത പ്രളയത്തെ തുടർന്ന് ഭൂമിയിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും പ്രകൃതിക്ക് തന്നെ മാറ്റം സംഭവിക്കുകയും ചെയ്ത അവസ്ഥയിൽ അതിനെ കൂടി പുനരുജ്ജീവിപ്പിക്കേണ്ടതിലേക്ക് വന്നതുകൊണ്ട് തന്നെ അതും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു നവകേരള സൃഷ്ടിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന് കൂടുതൽ പങ്കുവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് എല്ലാ മേഖലകളിലും നല്ല വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാനത് കൂടുതലായി സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്ത നിവാരണ ഷെൽട്ടർ കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യിച്ചു കഴിഞ്ഞു ഈ ഭരണസമിതി. ഇതിനൊക്കെ ഭരണസമിതിയോടൊപ്പം കൂട്ടുനിന്ന് പ്രവർത്തിച്ച നല്ലവരായ ഈ നാട്ടിലെ ജനങ്ങളാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. കുറേ പേരുടെ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയവരുടെ പേരുകൾ ഇവിടെ പറയുകയുണ്ടായി. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലുള്ള നല്ലവരായ ആൾക്കാരുടെ ആ ഒരു ഒത്തൊരുമയും കൂടി ഉണ്ടാവുമ്പോഴാണ് ഈ വികസനം എന്നത് എല്ലാവിടെയും സാധ്യമാവുക. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ 8 പഞ്ചായത്തുകൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവരോടൊപ്പം ഒന്നിച്ച് തന്നെ നിൽക്കുന്ന ഫണ്ട് വിതരണം ചെയ്തുകൊണ്ട് നിൽക്കുകയുണ്ടായി. അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നിങ്ങളിരിക്കുന്ന ഹാള് എന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി വരുന്ന 5 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിൽ വരുന്ന വികസന പ്രവർത്തനങ്ങളിൽ നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകി സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഇന്നത്തെ വികസന സദസ്സ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിച്ച ശ്രീ KV ഗോവിന്ദൻ അവർ, വേദിയിലിരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ കെട്ടിടങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയിട്ടുള്ള നമ്മുടെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വികസന സദസ്സിനെത്തി ആണല്ലോ ഒരു പഞ്ചായത്ത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, പ്രതിവർഷം ഈ ഒരു വികസന സദസ്സ് ബഹിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത്. പ്രധാന പ്രതിപക്ഷം അല്ലെങ്കിലും ഞാനൊരു പ്രതിപക്ഷത്തിരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ പേരാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതി എന്നുള്ള നിലയിൽ
നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ 5 വർഷം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പം 5 വർഷം മുന്നേ ഒരു ജനപ്രതിനിധിയായി മണത്തണ വാർഡിലെ മെമ്പറായി ഈ പഞ്ചായത്തിലേക്ക് വരുന്നതിന് മുന്നേ കുറേ ആളുകൾ എന്നോട് പറഞ്ഞു, എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നു, നിങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നതെല്ലാം ഭയങ്കര സാധനങ്ങളാണ്, ഭയങ്കര ഭീകരന്മാരാണ്, നിന്നെല്ലാം ശരിയാക്കി കളയും, നീ ഒറ്റക്കല്ലേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞേ. അപ്പോൾ ഞാൻ കുറച്ചൊരു എന്താ പറയുക, പ്രസിഡന്റ് എൻ്റെ അയൽപക്കക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. അപ്പം നമ്മൾ 4 മെമ്പർമാർ മണത്തണയുള്ളവരുണ്ട്. എന്നാൽ കൂടി ചെറിയൊരു ഭയം ഇല്ല എന്ന് പറയാണ്ട് ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ വലിയൊരു രാഷ്ട്രീയ രംഗത്തൊന്നും പ്രവർത്തിച്ചില്ലാത്ത, അത്രയൊന്നും ഇതില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടി ഒരു നല്ല രീതിയിൽ ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് പഞ്ചായത്തിലൊരു മടുപ്പോ, ഈ 5 വർഷക്കാലം ഈ പേരാവൂർ പഞ്ചായത്തിൽ വാർഡിൽ പ്രവർത്തിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മടുപ്പേ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഒരു പേരാവൂർ പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ എന്തായാലും ഞാനും കൂടി പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പം ആ വാർഡിലെ ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചു നൽകുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം വാർഡ് മെമ്പറായതിനു ശേഷം ഒരു രാഷ്ട്രീയക്കാരിയൊന്നും ആകാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും അവർക്ക് കിട്ടാൻ അർഹതയുള്ളതാണെങ്കിൽ അവർക്കത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമുക്കറിയാം, ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വികസനം എന്ന് പറയുന്നത് നമ്മൾ 16 മെമ്പർമാരോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ വിചാരിച്ച് നടക്കുന്നതല്ല. ആ പഞ്ചായത്തിനോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രസ്ഥാനമുണ്ട്, ആശാറുണ്ട്, ഹരിതകർമ്മസേനയുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം പഞ്ചായത്തിൽ വരുമ്പം എല്ലാം നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടാണ് വന്നതെങ്കിലും കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ അങ്ങനെ നടക്കില്ല എന്ന് മനസ്സിലായത്. എന്നാലും കഴിവിൻ്റെ പരമാവധി നമ്മുടെ വാർഡിൻ്റെ പ്രവർത്തനത്തിലായാലും പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിലായാലും ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്നെക്കാട്ടോ കൂടുതൽ അറിയുന്നവർക്ക് നിങ്ങളെല്ലാവരും വിവിധ കേന്ദ്ര സംസ്ഥാന വിവിധ ഫണ്ടുകളും പഞ്ചായത്തിൻ്റെ നിങ്ങളുടെ തന്നെ നികുതി പണവും, അതായത് പഞ്ചായത്ത് ഓൺ ഫണ്ടും എല്ലാം ഉപയോഗിച്ചാണ് ഒരു വാർഡിലായാലും ഒരു പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം എല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് സംഘടനകൾ നമ്മളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം CTDC എന്ന് പറയുന്ന ഒരു സംഘടന, നമ്മുടെ ചെങ്കൽ തൊഴിലാളി ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന. ഇപ്പം നമ്മുടെ മണത്തണയും തൊട്ടടുത്ത വാർഡിലും പേരാവൂർ പഞ്ചായത്തിൽ എവിടെയാണെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണത്. നമ്മുടെ പേരാവൂർ പഞ്ചായത്തിനോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതുപോലെ തന്നെ വ്യാപാരി സുഹൃത്തുക്കൾ, ഒരുപാട് നിരവധിയായ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം സാധ്യമായിട്ടുള്ളത്. അപ്പം വിശദമായ റിപ്പോർട്ടെല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാതെ തന്നെ നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം എന്നുള്ള നിലയിൽ ഈ വികസന സദസ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത ആസൂത്രണ സമിതി അംഗം KV ഗോവിന്ദൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഒരു വികസന സദസ്സ് പ്രധാനമായി ലക്ഷ്യം വെച്ചത് നമുക്കറിയാം. സംസ്ഥാന ഗവൺമെൻറ്റും പ്രാദേശിക ഗവൺമെൻറ്റും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു അവതരണമാണ് ഇന്ന് ഈ വികസന സദസ്സ് കൊണ്ട് ലക്ഷ്യമാക്കിയത്. ഒരേ സമയത്ത് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും ഒരു പ്രാദേശിക സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ട വികസന സദസ്സാണ്. പക്ഷെ നമുക്കറിയാം, ഇവിടെ ഈ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും മെച്ചപ്പെട്ട അംഗീകാരം ഇവിടെ ബേബി സോജ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ കൃത്യമായിട്ട് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വികസനങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ആശംസയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. നോക്കൂ, ലഭ്യമായ പരിമിതമായ വിഭവങ്ങൾ
നീതിയുക്തമായി വിതരണം ചെയ്തു എന്നുള്ളതാണ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണത്തിൻ്റെ ഏറ്റവും നേട്ടം. ലഭ്യമായ പരിമിതമായ വിഭവങ്ങൾ അത് നീതിയുക്തമായി വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കുക. 16 വാർഡുകളെയും തുല്യമായി കാണുകയും ആ 16 വാർഡിലും വികസനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഒരു വാർഡിനെ ആ വാർഡ് മെമ്പർ ഏത് രാഷ്ട്രീയ പാർട്ടികളുടേതായാലും ശരി, വികസനം എന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ വേർതിരിവുകൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നല്ല ധാരണയോടുകൂടി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, സമസ്ത മേഖലയിലും സമഗ്രമായ വികസനം സാധിക്കാൻ വേണ്ടി നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് സാധ്യമായി. ഒരു കോവിഡിൻ്റെ പ്രതിസന്ധി കാലത്താണ് അധികാരത്തിലേക്ക് കടന്നു വന്നിരുന്നത്. നമുക്ക് ഓർമ്മയില്ല, നമ്മളൊരു വാർഡ് മെമ്പർ PPE കിറ്റ് ഇട്ടുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ വളരെ കൃത്യമായ ആസൂത്രണത്തിലൂടെ മറികടക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് പേരാവൂർ പഞ്ചായത്തിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ കേവലം പേരാവൂർ പഞ്ചായത്ത് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലയിലെ കോവിഡ് രോഗികളെ അധിവസിപ്പിക്കാനും അവർക്ക് രോഗമുക്തി ഉണ്ടാക്കുന്ന രീതിയിലെ പരിപാലനം നടത്താൻ വേണ്ടി പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. 3 DCCകൾ രോഗികളെ താമസിപ്പിക്കാനും അവർക്ക് ചികിത്സാ സൗകര്യം കൊടുക്കാനും മെച്ചപ്പെട്ട നിലയിൽ ആരോഗ്യനില തിരിച്ചുകെത്തിക്കാനും വേണ്ടി സാധിക്കുന്നതാണ്. പട്ടികവർഗ മേഖലയിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം കോവിഡ് രോഗികളെ താമസിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന പരിപാലനം ചെയ്യുക. നോക്കൂ, വളരെ കൃത്യമായ ആസൂത്രണം. ഒരുപക്ഷെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ചില പ്രാദേശിക പാർട്ടികൾ അല്ലെങ്കിൽ ചില പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്താണ്? എടുത്തു കാണിക്കാൻ വേണ്ടി പറ്റുന്ന വികസനമില്ല. എന്താണ് എടുത്തു കാണിക്കേണ്ടത്? എടുത്തു കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് എടുത്ത് കാണിച്ച് ഈ ബിൽഡിംഗ് നോക്കൂ എന്ന് പറയലല്ല എടുത്തു കാണിക്കുക എന്ന് പറയുന്ന വികസനം. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഊന്നൽ നൽകിയത് വളരെ കൃത്യമായി ഗ്രാമങ്ങളുടെ വികസനമാണ്. ഗ്രാമങ്ങളുടെ വികസനങ്ങളിലൂടെ മാത്രമേ ഒരു വികസനം ത്രിതല പഞ്ചായത്തിലെ ഈ പ്രാദേശിക സർക്കാരിന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം വളരെ കൃത്യമായി കൈകാര്യം ചെയ്തില്ലേ? റോഡുകളെല്ലാം കോൺക്രീറ്റ് റോഡുകളോ ടാറിംഗ് റോഡുകളോ ആയി. ഇപ്പം നമ്മുടെ ആവശ്യം എന്താ? പുതിയ ആവശ്യം നിലവിലുള്ള റോഡുകൾ മെക്കാഡം ടാറിംഗ് ആക്കണം. പുതിയ ആവശ്യമാണ്. കാരണം എന്താണ്? നിലവിലുള്ള റോഡുകൾ ഗതാഗത യോഗ്യമായ മെച്ചപ്പെട്ട റോഡുകളാക്കി മാറ്റി. ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാവുകയാണ്. റോഡുകൾ മെക്കാഡമാവണം, കോൺക്രീറ്റ് റോഡുകളാകണം. ആ രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ വികസനത്തിൻ്റെ ഒരു പടി മുന്നോട്ട് പോകാൻ വേണ്ടി പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് സാധ്യമായി എന്നുള്ളതാണ്. പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിലുള്ള ഒരു മിനി ഓപ്പൺ സ്റ്റേഡിയം വരാൻ വേണ്ടി പോവാം. വിജ്ഞാന കേരളത്തിന് ആ ഊന്നൽ നൽകുന്ന രീതിയിലേക്ക് വിജ്ഞാന വിനോദ കേന്ദ്രം പേരാവൂർ 2.5 ഏക്കറിൽ സ്ഥാപിതമാവുകയാണ്. 3 കോടി രൂപ ശിവദാസന്റെ ബഹുമാനപ്പെട്ട എംപിയുടെ ഫണ്ട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവാണ്. അങ്ങനെ വികസനങ്ങൾക്ക് തുടർച്ചയുണ്ടാകുന്ന രീതിയിലേക്ക് മെച്ചപ്പെട്ട വികസനം സാധ്യമാക്കാൻ വേണ്ടി പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതിവിടെ വിലയിരുത്തപ്പെടുകയാണ്. വരാൻ വേണ്ടി പോകുന്ന ത്രിതല തെരഞ്ഞെടുപ്പിനകത്ത് നമുക്കത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വികസന സദസ്സിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ച് നിർത്തുകയാണ്. നന്ദി രേഖപ്പെടുത്തുക. പൂർത്തീകരിച്ച ഭവനങ്ങൾ 4,62,000 നിർമ്മാണം പുരോഗമിക്കുന്നതാണ് 1,39,000. മാലിന്യ സംസ്കരണങ്ങളിൽ കൈകാര്യങ്ങൾ വാതിൽപ്പടി ശേഖരണം 90%. ഹരിതകർമ്മസേനാണ് അംഗങ്ങൾ 32,312. സംഘടിത ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം 1,396. പൊതുസ്ഥലത്ത് 90,40,570. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി നടത്തിയ എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകളുടെ എണ്ണം ചുമത്തിയ പിഴത്തുക ഉൾപ്പെടെ 1,29,962. ഈടാക്കിയ തുക 10,48,85,869. സിംഗിൾ വാട്സപ്പ് നമ്പർ വഴി ഇതുവരെ സ്വീകരിച്ച പരാതികൾ നടപടി എടുത്തതാണ്.
12,171 പരാതികളിൽ 7,239 പരാതികൾ അലവൻസ് ചെയ്തു. CMLR RRT 20 ആകെ പ്രവൃത്തികൾ 3,760. ടെൻഡർ ചെയ്തത് 97.47%. കരാർ വെച്ചത് 69.26%. അത് കൊല്ലം ഡിസ്ട്രിക്റ്റിലും ചാവറ ഇൻഡസ്ട്രിയിലും ചാവറ ബ്ലോക്ക് പഞ്ചായത്തിലും നീണ്ടകര DP-യിലുമുണ്ട്. ധൈര്യസ്വാം കലിങ്ക് വടക്കേക്കുന്ന് ദയ അർഹിക്കുന്നതാണ് നമ്മുടെ ഒപ്പമുള്ള വയോജനങ്ങൾ പലരുടെയും അവസ്ഥ. അത് കണ്ടറിയാനും അതിന് പരിഹാരം കാണാനുള്ള നല്ല പരിശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ അംഗൻവാടികൾ പൊതുവെ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ അംഗൻവാടികൾ ഇനിയും എത്തിയിട്ടില്ല. കാലാനുസൃതമായ പരിഷ്കരണങ്ങളും മെച്ചപ്പെടുത്തലുകളും നമ്മുടെ അംഗൻവാടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം കുറേ പരിമിതികളുണ്ട്. ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഒരു കടമുറിയിലോ അല്ലെങ്കിൽ സൗജന്യമായി ലഭിച്ച 2-3 സെന്റ് സ്ഥലത്തോ ആണ് നമ്മുടെ അംഗൻവാടികൾ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ അംഗൻവാടികൾക്ക് ആ സ്ഥലം മതിയാവില്ല. നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മെച്ചപ്പെട്ട അംഗൻവാടി ശിശു സംസ്കൃത പഞ്ചായത്ത് എന്നെല്ലാമുള്ള നിലയിലുള്ള പുരസ്കാരങ്ങളൊക്കെ നേടിയൊരു പഞ്ചായത്താണ് നമ്മുടേതെങ്കിലും ഇന്നത്തെ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ അംഗൻവാടികളിൽ ഒരുക്കാൻ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. അതുപോലെ സ്കൂളുകളും നമുക്കറിയാം, സ്കൂളുകളിൽ ഗ്രാമപഞ്ചായത്തുകൾ ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന കാര്യത്തിലാണ് നമുക്ക് അല്പമെങ്കിലും ഇടപെടാൻ പറ്റും. ആ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്. കിട്ടുന്നുണ്ടോ അതിൻ്റെ തുടർച്ചയായി ആ കുട്ടികൾക്ക് വീടുകളിൽ ആ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു 2ാം തലമുറ പ്രശ്നം കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം പോരാ, ഇത് അനുഭവിക്കുന്നവർ, ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഇത് അനുഭവവേദ്യമാകുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ചുകൊണ്ടേ നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാനിതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ ഗ്രാമസഭകളിലും വികസന സെമിനാറുകളിലൊക്കെ വന്ന പ്രശ്നങ്ങൾ നമുക്ക് മുഴുവനായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സാധാരണക്കാരായ കൃഷിക്കാർ, പരിമിത അളവിൽ മാത്രം കൃഷിഭൂമിയുള്ള കൃഷിക്കാരുൾപ്പെടെ ഉണ്ടാക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് നല്ല ഒരു വിപണനം, മെച്ചപ്പെട്ട വില കിട്ടുന്ന രീതിയിലുള്ള വിപണനത്തിനുള്ള സാധ്യത, ഒരു സ്ഥിര സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ ഒരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലാളികളെ കിട്ടാത്തൊരവസ്ഥയിൽ, വിദഗ്ധ തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥ വളരെ രൂക്ഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന കൂലി ചെലവുമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു തൊഴിൽ സേന രൂപീകരിക്കാനും ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് നിശ്ചിത കൂലിയിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ഉൾപ്പെടെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. മറ്റൊന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ ഓഫീസുകളുടെയും പ്രവർത്തനമാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത്, കുറച്ചു കൊല്ലം മുമ്പ് നമ്മുടെ പേരാവൂർ ബ്ലോക്കിലെ ഏറ്റവും മെച്ചപ്പെട്ട ഓഫീസ് സൗകര്യമുള്ള ഓഫീസായിരുന്നു പേരാവൂരിൻ്റെ. ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പരിമിതികൾ ഒട്ടേറെയുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് നമ്മുടേത്. അപ്പോൾ ഈ പരിമിതി മാറ്റിയെടുക്കാൻ നമ്മുടെ ഒരു പുതിയ ഓഫീസ് കെട്ടിടത്തെക്കുറിച്ചും പുതിയ ഓഫീസ് സംവിധാനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കണം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഇമാജിനേഷൻ ആയിരിക്കാം, ഒരുപക്ഷെ ഇനി ഈ പ്രദേശങ്ങളിൽ ഒരു മുനിസിപ്പാലിറ്റിയായി പരിഗണിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്ത് പേരാവൂരായിരിക്കും. ഏതെങ്കിലും നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മുടെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയായി അപ്ഗ്രേഡ് ചെയ്യപ്പെടാനുണ്ടെങ്കിൽ അത് പേരാവൂർ ബ്ലോക്കിൽ ഏതായാലും പേരാവൂർ, ജനസംഖ്യയുടെ കാര്യം കൊണ്ടും മറ്റ് കാര്യങ്ങളെല്ലാം പരിഗണിച്ചാൽ. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫീസ് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കെട്ടിടവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ST മേഖലയിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പദ്ധതിയിൽ ഒരു നല്ല വിഹിതം ST മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിലൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു ക്രോസ് ചെക്കിംഗ് നടത്തേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും ഇനി വരുന്ന വർഷങ്ങളിൽ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റണം. കൊടുത്താൽ മാത്രം പോരാ, ഈ കൊടുത്തത് യഥാർത്ഥത്തിൽ അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ,
അല്ല അവർ ഇപ്പോഴും മുൻകാലങ്ങളിലെ പോലെ പരിമിതികൾക്കകത്ത് തന്നെയാണോ കഴിയുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു പദവി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സ്ത്രീ പദവി പഠനം എന്ന വിശദമായ രീതിയിലൊരു പഠനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി അക്കമിട്ട് കുറേയേറെ പരിമിതികൾ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ മേഖലയിലുള്ള പദ്ധതികൾ തുടർന്ന് ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ നേരത്തെ സാധാരണ പറയാറുള്ള പരിമിതമായ ചില ആനുകൂല്യങ്ങൾ കോഴി അല്ലെങ്കിൽ ആട്, പശു അതുപോലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഒപ്പം തന്നെ വേണ്ടാവുന്നല്ല, അവരുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും നമുക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയണം. മറ്റൊരു കാര്യമുള്ളത്, അപ്പോൾ ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ടോ, മറ്റുള്ളവരുടെ അവസരം അപഹരിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കണ്ടത് കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ പ്രവർത്തനമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിലെ ജീവനക്കാരും ഒക്കെ കൂടി ജനങ്ങളോടൊപ്പം ചേർന്ന് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിപ്പോൾ ഈ യോഗത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആളുകളോട് വിഭാഗീയതയില്ലാതെ, വിവേചനമില്ലാതെ നിഷ്പക്ഷമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്ത് ജീവനക്കാരുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാവുന്ന രീതിയിൽ മികവാർന്ന ഒരു പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിലായി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയത്. അതിന് തീർച്ചയായും നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും ശ്രീ ബാബു തോമസ് നേതൃത്വം നൽകുന്ന ജീവനക്കാരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി അവരെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നും വളരെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താൻ, മെച്ചപ്പെട്ട നേട്ടങ്ങൾ കരഗതമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ ക്ഷണം സ്വീകരിച്ച് വികസന സദസ്സിലെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഗ്രാമപഞ്ചായത്തിന്റെ ഈ 5 വർഷക്കാലത്ത് വികസന പ്രവർത്തനങ്ങൾ, നാം ഇവിടെ വികസന നേട്ടങ്ങൾ തുടർച്ചയായിട്ട് കാണുവാൻ അങ്ങനെ ഒരു വേദി നമുക്ക് ഒരുക്കി കിട്ടിയിട്ടുണ്ട്. ആ വേദിയിലൂടെ കഴിഞ്ഞ 5 വർഷക്കാലവും പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഈ 16 വാർഡിലും ഏകീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. വികസനം എന്നുള്ളത് ഒരു തുടർ പ്രക്രിയയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയും അങ്ങോട്ട് പേരാവൂർ പഞ്ചായത്ത് എന്താണ് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇനിയും ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ജയരാജൻ മാഷ് ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വരും തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ, അതോടൊപ്പം വയോജനങ്ങള്, ഇവരെ കൃത്യമായി ചേർത്ത് പഠിക്കേണ്ട ആളുകളാണ്. അവർക്ക് വേണ്ട പ്രൊജക്ടുകൾ ആവിഷ്കരിച്ചുകൊണ്ട് കൃത്യമായും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, നമുക്കറിയാം നമ്മുടെ പേരാവൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയായ നമ്മുടെ പേരാവൂർ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനം ഉണ്ടാക്കുവാനും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിപണനം ചെയ്യാനുമുള്ള ഒരു വിപണന കേന്ദ്രം, അത് കൃത്യമായും എല്ലാ സമയത്തും കർഷകര് ആവശ്യമുള്ള സമയത്തല്ല അവരുടെ പരിമിതി ഉപയോഗിച്ചുകൊണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൃത്യമായും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വിപണനം നടത്തുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു വിപണന കേന്ദ്രം തുടർച്ചയായിട്ട് അങ്ങോട്ട് പോകുന്ന രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഒട്ടേറെ വിജയപ്രദമായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായ മറ്റൊരു കാര്യമാണ് പാർക്കിംഗ് സൗകര്യം. അതും നമുക്ക് മറ്റ് സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടു കൂടി നേടിയെടുക്കേണ്ട പേരാവൂർ ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് നമ്മുടെ പ്രാദേശികമായിട്ട് ലഭ്യമാകേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഗ്രാമീണ റോഡുകൾ ഇന്ന് തെരുവ് വിളക്കുകൾ, ഒരുപാട് തെരുവ് വിളക്കുകൾ നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചുവെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലത്താണ് നിലാവ് പോലുള്ള പ്രൊജക്ട് കൊണ്ടുവന്ന് നമുക്ക് ഒട്ടേറെ പരിമിതികളെല്ലാം നമുക്ക് മാറ്റുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഗ്രാമീണ മേഖലയിലേക്ക് അത്തരത്തില് വെളിച്ചെത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഗ്രാമീണ മേഖലയിലേക്ക് നല്ല രീതിയിലുള്ള എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. റോഡുകൾ ഏകദേശം